ഏവർക്കും നമസ്കാരം. ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ആത്മാവിൻ്റെ വിലാപം കേട്ട സിദ്ധൻ. അവധൂത നാഥാനന്ദജി എഴുതിയ അനുഭവകഥയുടെ രണ്ടാമത്തെ ഭാഗം ശ്രവിക്കാം. ഇതൊന്നും പുറത്തു പറയരുതെന്ന് ബാബ എന്നോട് അപേക്ഷിച്ചു. പ്രത്യേകിച്ച് ആശ്രമത്തിലുള്ള ബംഗാളികളോട്. അവർ ഭയപ്പെട്ട് സ്ഥലം വിട്ടുകളയും. ജോലിക്കാരെ കിട്ടാതെ താൻ വട്ടം തിരിയുമെന്നും ബാബ പറഞ്ഞു. അതോർത്ത് വിഷമിക്കേണ്ടെന്ന് ഞാൻ ബാബയോട് പറഞ്ഞു. ഇപ്പോൾ നടന്നത് ഒരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ ചിത്രം വരാനിരിക്കുന്നതേയുള്ളൂ, ഞാൻ ബാബയോട് പറഞ്ഞു. നോക്കൂ ബാബ, അവളുടെ കർമ്മകാണ്ഡ പ്രകാരം ചിലതുകൂടി പൂർത്തീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടി വരും. അതിന് അങ്ങ് എന്നെ സഹായിക്കണം. ബാബ പറഞ്ഞു, അങ്ങയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഭയമുണ്ടെങ്കിൽ എൻ്റെ കൂടെ താമസിക്കാം. എനിക്ക് ഒട്ടും ഭയമില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനത് ബാബയെ അറിയിക്കാമെന്നും. ഈ സംഭവം പ്രേതഭൂതാദികൾ, ആത്മാക്കൾ തുടങ്ങിയവയെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ കാഴ്ചപ്പാടിൽ സമൂലമായ മാറ്റമുണ്ടാക്കി. അജ്ഞാതവും അതേസമയം ആധികാരികവുമായ ധൈര്യം എന്നിൽ നിറഞ്ഞു. രാത്രി എനിക്ക് സുഖകരമായ ഉറക്കം ലഭിച്ചു. പ്രേതം, ഭൂതം, ആത്മാവ് തുടങ്ങിയവയെപ്പറ്റി ഞാൻ വായിച്ചതെല്ലാം ഒന്നൊന്നായി എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. അവൾ കുടുങ്ങിക്കിടക്കുന്ന പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് അവളെ എவ்விധവും മോചിപ്പിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. പ്രതീക്ഷിച്ച പോലെ പിറ്റേ ദിവസം പാദസരത്തിൻ്റെ കിലുക്കം ഞാൻ കേട്ടു. അത് എന്നെ സന്തോഷിപ്പിച്ചു. ഒട്ടും പരിഭ്രമിക്കാതെ ഞാൻ അവളെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്തു. അവളുടെ പേര് ഉച്ചരിച്ച് കേട്ടപ്പോൾ അവളിലുണ്ടായ സന്തോഷം എനിക്ക് കാണാമായിരുന്നു. അവൾ ഒറ്റക്കുതിപ്പിനെ എൻ്റെ ജനാലയുടെ അടുത്തെത്തി എനിക്ക് നമസ്കാരം പറഞ്ഞു. അവൾ പറഞ്ഞു, ശരീരം വിട്ടതിന് ശേഷം ഇത്ര സ്നേഹത്തോടെ എൻ്റെ പേര് ഞാൻ വിളിച്ചു കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന തലത്തിൽ ഇങ്ങനെ സംഭവിക്കുക ഒരു അത്ഭുതം തന്നെയാണ്. അങ്ങയ്ക്ക് എന്നിൽ ഇത്രയും പ്രതീക്ഷയുണ്ടാക്കാൻ കഴിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും എന്നെ പ്രേതയോനിയിൽ നിന്ന് മോചിപ്പിക്കാനും കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആദ്യമായിട്ടാണോ ആശ്രമത്തിൽ ഇതുപോലെ ചുറ്റിത്തിരിയുന്നത് എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അതെ, അവൾ മറുപടി പറഞ്ഞു. എന്തുകൊണ്ട് ഇതിനു മുൻപ് വന്നില്ല? ഞാൻ ചോദിച്ചു. സൂക്ഷ്മ ശരീരത്തിലുള്ള ഞങ്ങൾക്ക് ഒരിടത്ത് സ്ഥിരമായി സ്ഥിതി ചെയ്യാൻ കഴിയില്ല. പരിസരങ്ങളിൽ ആത്മീയ ശുദ്ധിയില്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അവിടങ്ങളിൽ സ്ഥിരമായി തങ്ങാൻ പറ്റില്ല. മതിയായ ജീവധാരണ ശക്തിയില്ലാത്തവരുടെ മുന്നിലും ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. അങ്ങ് കുറേ കാലമായി ഇവിടെ സാത്വികമായ മന്ത്രജപം നടത്തിവരുന്നു. അങ്ങ് പ്രാണായാമവും ചെയ്യുന്നുണ്ട്. പ്രാണായാമം അങ്ങയ്ക്ക് ശക്തമായ ജീവധാരണ ശക്തി നൽകുന്നുണ്ട്. ആ ശക്തിയാണ് അങ്ങയെ ഭയരഹിതനാക്കുന്നത്. പ്രാണശക്തി കുറഞ്ഞവർക്ക് ഭയരഹിതരാകാൻ കഴിയില്ല. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഇത്രയും ദീർഘസമയം അങ്ങയുടെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞതും അങ്ങയ്ക്ക് എൻ്റെ മുന്നിൽ ഒട്ടും ഭയമില്ലാതെ സാധാരണ മട്ടിൽ നിൽക്കാൻ കഴിയുന്നതും. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അല്ലാതെ ഞങ്ങൾക്ക് ഒരിടത്ത് സ്ഥിരമായി നിൽക്കാൻ സാധിക്കില്ല. ഞങ്ങളെപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കാൻ നിർബന്ധിതരാകും. ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന ശാന്തി മുമ്പ് ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇപ്പോഴുള്ള സമാധാനം മുമ്പ് ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. ഒരു ലക്ഷ്യവുമില്ലാതെ താൻ കുടുങ്ങിക്കിടക്കുന്ന പ്രേതയോനിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുവാൻ അവൾ പിന്നെയും എന്നോട് അപേക്ഷിച്ചു. അവളുടെ ശബ്ദം ദയനീയമായിരുന്നു. എൻ്റെ ഞരമ്പുകൾ തണുക്കാൻ തുടങ്ങി. എന്നിൽ അടിസ്ഥാനപരമായ നിരവധി തിരിച്ചറിവുകൾ സംഭവിച്ചു. ആത്മാർത്ഥതയുള്ള ആത്മീയ സാധകൻ എന്ന നിലയിൽ എനിക്ക് 100 ജന്മങ്ങളുടെ ഉൾക്കാഴ്ചയുണ്ടായി. ഉപരിപ്ലവമായ ജീവിതം നയിക്കുന്ന ആർക്കും എനിക്കുണ്ടായ പോലെയുള്ള അനുഭവം ഒരു പ്രേതകഥ പോലെ കെട്ടിച്ചമച്ചതായി തോന്നാം. എന്നാൽ ഈ സംഭവം എൻ്റെ ജീവിതത്തിൽ ചേർക്കപ്പെട്ട മൂല്യം മഹത്തരമാണ്. ഞാൻ ആർജിച്ച അറിവുകൾ ഉപയോഗിച്ച് അവളുടെ ആത്മാവിനെ ഉയർന്ന തലങ്ങളിലേക്ക് പരിണമിപ്പിക്കുന്നതിന് എന്തെല്ലാം ചെയ്യാമെന്ന് ഞാൻ അന്വേഷിക്കുവാൻ തുടങ്ങി. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്പൂതിരിമാർ അനുഷ്ഠിക്കുന്ന ചില ക്രിയകളുടെ അവ്യക്തമായ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. ചില ആത്മാക്കൾക്ക് ആ ആത്മാക്കൾക്ക് മാത്രമായ കർമ്മങ്ങളും വേണ്ടിവരാറുണ്ട്. ഇതിനകം പെൺകുട്ടി എന്തുകൊണ്ടോ എന്നറിയില്ല അപ്രത്യക്ഷയായി. കുറേ ദിവസങ്ങൾ അവൾ വന്നതുമില്ല. അവളെ മുക്തിയാക്കണമെങ്കിൽ അവളുടെ എന്തെങ്കിലും പ്രത്യേക ആഗ്രഹങ്ങൾ നിറവേറ്റേണ്ടത് ആയിട്ടുണ്ടോ എന്ന് ഞാൻ അവളോട് ചോദിച്ചിരുന്നില്ല. ഇപ്പോൾ പരിശോധിക്കുമ്പോൾ അത് ഒരു അസാധാരണ സംഭവമായി എനിക്ക് തോന്നുന്നില്ല. ഒരു ആത്മാവിനെ രക്ഷിക്കാനാണ് ഞാനത് ചെയ്തത്. ആത്മാർത്ഥതയോടെ അത് ചെയ്യുകയുമുണ്ടായി. അത് ചെയ്യാനുള്ള കഴിവും എനിക്കുണ്ടായിരുന്നു. അവൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടും അവൾ വരുന്നില്ലെങ്കിൽ എൻ്റേതായ രീതിയിൽ അവളെ വിളിച്ചു വരുത്തുവാനും ഞാൻ തീരുമാനിച്ചിരുന്നു.
നേരത്തെ വാഗ്ദാനം ചെയ്തതുപോലെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ബാബയോട് അവൾ എന്നോട് പറഞ്ഞതെല്ലാം പറഞ്ഞു. അവളുടെ മോചനത്തിന് വേണ്ടതെല്ലാം നമ്മൾ ചെയ്യുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നു എന്നും ഞാൻ ബാബയോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് തന്നെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കൂ ബാബ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ അനുഭവത്തിനും യുക്തിയും കാരണവും അന്വേഷിക്കേണ്ടതില്ല. അത് അങ്ങനെ സംഭവിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ ശാസ്ത്രങ്ങളിലും പ്രമാണങ്ങളിലും പറയുന്നുണ്ട്. അത് നാം വിശ്വസിക്കണം. ശർക്കരയിലെ മധുരം നിങ്ങൾ കണ്ടിട്ടില്ല, എന്നാൽ അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ സ്വയം അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ സാക്ഷ്യപത്രം ആവശ്യമില്ല. ചിലർക്കത് യുക്തിക്ക് നിരക്കാത്തതായി തോന്നാമെങ്കിലും എല്ലാം എല്ലാവരെയും തെളിവ് കൊണ്ട് ബോധ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ അവിടെ സംഭവിച്ചതെല്ലാം ബാബയെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പെൺകുട്ടിയെ പിന്നെ ഞാൻ കണ്ടില്ല. അവൾക്ക് ഇനിയും എന്നോട് എന്തോ പറയണമെന്ന് സൂചിപ്പിക്കുന്നതായി എനിക്ക് മുമ്പേ തോന്നിയിരുന്നു. അവൾ ഏതോ ദുഃഖത്തിലാണെന്ന് അവളുടെ ശബ്ദത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് എന്തോ ഒന്ന് അവളെ നിയന്ത്രിക്കുകയോ തടയുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തു. അങ്ങനെയല്ലെങ്കിൽ അവൾ വരേണ്ടതായിരുന്നു. ഇവിടെ മാത്രമാണ് തനിക്ക് ശാന്തി കിട്ടുകയുള്ളൂ എന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചില താന്ത്രികർ ആത്മാവിനെ കീഴ്പ്പെടുത്തി ചൂഷണം ചെയ്യാറുണ്ട്. അതുപോലെ ഞാനും ചെയ്തേക്കുമെന്ന് അവൾ വിചാരിച്ചു കാണുമോ? അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്ത കോടീശ്വരന്മാരായ എത്രയോ ആളുകളെ എനിക്കറിയാം. ചില ഉദാഹരണങ്ങൾ ബുദ്ധിജീവികളായ വിഡ്ഢികളുടെ നഗരമായ ഡൽഹിയിൽ തന്നെയുണ്ട്. കാരണങ്ങൾ എന്തായാലും അവൾ അപ്രത്യക്ഷയായി. ഒടുവിൽ ഞാൻ എൻ്റെ രീതിയിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. അഷ്ടമി തിഥിയിൽ അത് നടത്താൻ ഞാൻ നിശ്ചയിച്ചു. ഞാൻ ബാബാജിയോട് രാത്രി എൻ്റെ മുറിയിൽ താമസിക്കാൻ പറഞ്ഞു. എൻ്റെ പദ്ധതി ഞാൻ അദ്ദേഹത്തിനോട് വെളിപ്പെടുത്തിയില്ല. അതിനിടയിൽ ഞാൻ രാഗിണിയുടെ ഒരു പ്രതിമ ചന്ദനത്തിൽ കൊത്തിയുണ്ടാക്കിയിരുന്നു. ഉച്ചാടനവുമായി ബന്ധപ്പെട്ട എല്ലാ അനുഷ്ഠാനങ്ങളുടെയും ഓർമ്മ ഞാൻ പുതുക്കി. അർദ്ധരാത്രിയിൽ രാഗിണിയുടെ പേരിൽ ഞാനൊരു പൂജ നടത്തി. പിന്നെ അവളെ പ്രതിമയിലേക്ക് ആവാഹിച്ചു. എൻ്റെ കിടപ്പുമുറിയുടെ ജനാലയ്ക്ക് മുന്നിൽ ഇരുന്നാൽ കാണാകുന്ന മരത്തിൻ്റെ താഴെയുള്ള ബെഞ്ചിൽ അവൾ പ്രത്യക്ഷപ്പെട്ടു. ബെഞ്ചിലിരിക്കുന്ന രാഗിണിയെ നോക്കുവാൻ ഞാൻ ബാബയോട് പറഞ്ഞു. ബാബ അവിടെ ആരെയും കണ്ടില്ല. എന്നാൽ പാദസരത്തിൻ്റെ കിലുക്കം ബാബ കേട്ടു. ബാബയ്ക്ക് കൂടി ദൃശ്യമാകുവാൻ ഞാൻ രാഗിണിയോട് പറഞ്ഞു. ബാബ പാപിയായതുകൊണ്ടോ ദുർബലനായതുകൊണ്ടോ മറ്റോ അല്ല ബാബയ്ക്ക് എന്നെ കാണാൻ കഴിയാത്തത്. ലൗകിക മോഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് ഞങ്ങളെപ്പോലെയുള്ളവരെ കാണാൻ കഴിയുകയില്ല, രാഗിണി പറഞ്ഞു. അത്തരക്കാരെ കാണാൻ അനുവദിച്ചാൽ അവരിലുള്ള ആഗ്രഹങ്ങളുടെ ശക്തിതരംഗം ഞങ്ങളെ വീണ്ടും അവരിലേക്ക് വലിച്ചടിപ്പിക്കുകയും ഞങ്ങളെ അവരുടെ ലോകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഞങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴുള്ള ലോകത്തിൽ നിന്ന് അവരുടെ ആഗ്രഹങ്ങളുടെ ലോകത്തിലേക്ക് തിരിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ലോകത്തെപ്പറ്റി ഞങ്ങൾക്ക് അവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. പരിശുദ്ധമായ ആത്മാവിന് നിങ്ങളുടെ ലോകത്തിൽ കഴിഞ്ഞുകൂടുക ദുഷ്കരമാണ്. നിങ്ങളുടെ ലോകം ഒരു നരകം തന്നെയാണ്. എന്നാലും അദ്ദേഹത്തിന് എന്നെ കാണാൻ കഴിയും. അതിന് അങ്ങേ അദ്ദേഹത്തെ സ്പർശിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങയെ സ്പർശിക്കുക, എന്നിട്ട് എന്നെ കാണാൻ ശ്രമിക്കൂ. അങ്ങയെ തൊട്ട് എന്നെ കാണാൻ ശ്രമിക്കുക എന്ന് ഇപ്പോൾ തന്നെ ബാബയോട് പറയൂ. ഭാഗ്യത്തിന് ബാബയ്ക്ക് അവളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. എൻ്റെ തോളിൽ തൊട്ട് ബാബ രാഗിണി ഇരിക്കുന്ന ബെഞ്ചിന് നേർക്ക് നോക്കി. രാഗിണി ബാബയ്ക്ക് ദൃശ്യമായി. അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറി. അവളോട് എന്നേക്കുമായി സ്ഥലം വിട്ടുപോകണമെന്ന് ആവശ്യപ്പെടുവാൻ ബാബ എന്നോട് പറഞ്ഞു. ബാബ പറഞ്ഞ നിർദ്ദേശം ഞാൻ രാഗിണിയോട് പറഞ്ഞു. തന്നെ പ്രേതയോനിയിൽ നിന്ന് മോചിപ്പിക്കാതെ ഈ സ്ഥലം വിട്ടുപോകുന്ന പ്രശ്നമേയില്ല എന്ന് രാഗിണി പറഞ്ഞു. തന്നെ സഹായിക്കാനും ദയവ് ചെയ്ത് ഈ പ്രേതയോനിയിൽ നിന്ന് തന്നെ മോചിപ്പിക്കുവാനും രാഗിണി പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെ? രാഗിണി പറഞ്ഞു, എൻ്റെ പേരിൽ ഒരു ഉത്സവമോ പാവങ്ങൾക്ക് അന്നദാനമോ ചെയ്ത് എൻ്റെ കർമ്മപ്രാരാബ്ധം ദൈവത്തിൽ സമർപ്പിക്കുക. അതിൻ്റെ ഫലത്തിൽ എനിക്ക് ശരീരത്തിൽ നിന്നും മുക്തി നേടുവാൻ സാധിക്കും. സദ്യയിൽ പരിപ്പും, അതായത് ബാട്ടി എന്ന ഉത്തരേന്ത്യൻ പലഹാരവും നെയ്യിൽ വറുത്ത ചുർമ എന്നിവയും വിളമ്പണം. അങ്ങനെയാണെങ്കിൽ ഞാൻ മുക്തയാകും. ഈ സ്ഥലം വിട്ട് പോവുകയും ചെയ്യും. ഞാൻ സമ്മതിച്ചു. വരുന്ന അമാവാസിയിൽ പൂജയും ഭണ്ഡാര, അതായത് ഉത്സവവും ഏർപ്പാടാക്കാമെന്ന് ബാബയും ഞാനും അവൾക്ക് ഉറപ്പു നൽകി. ബാബ അവളെ കണ്ടു. സാധാരണ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ അവൾ സംസാരിക്കുന്നത് കേട്ടു.
അദ്ദേഹത്തിന് അവൾ പറയുന്നത് ചെയ്യുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. എന്നാൽ പണം ചെലവാക്കാതിരിക്കാൻ പിശുക്കൻ തന്റെ ജീവൻ തന്നെ പകരം നൽകാൻ തയ്യാറാകും. രാഗിണിക്ക് ബാബ കൊടുത്ത വാഗ്ദാനം ലംഘിക്കപ്പെടാതിരിക്കാൻ എനിക്ക് വളരെ ഉഷ്ണിക്കേണ്ടി വന്നു. ഇത്തരം അവസരങ്ങൾ ദൈവത്തിന്റെ കൃപയായി കണക്കാക്കണമെന്നും സന്യാസി എന്ന നിലയിൽ അദ്ദേഹം കൊടുത്ത വാക്ക് പാലിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തി. അടുത്ത അമാവാസി പകലിൽ ഒരു ചെറിയ ഉത്സവവും അന്നദാനവും നടത്തി. അന്നു രാത്രി തന്നെ പൂജയും. ചന്ദനത്തിൽ പെൺകുട്ടിയുടെ രൂപം കൊത്തിയ പ്രതിമ നേരത്തെ ഉണ്ടാക്കിയിരുന്നു. അതിനു പുറമെ പരിപ്പ്, ബാട്ടി, ചുർമ, നെയ്യ്, പൂജാദ്രവ്യങ്ങൾ എന്നിവയും ഒരുക്കി. എൻ്റെ കിടപ്പുമുറിയിൽ തന്നെയാണ് പൂജ നടത്തിയത്. ആവാഹനം നടത്തിയ ശേഷം ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ നിവേദ്യം സ്വീകരിച്ച് ഈ സ്ഥലം വിടുന്നു എന്നതിന് തെളിവ് നൽകുക. നൈവേദ്യം സമർപ്പിച്ചപ്പോൾ അത് വച്ചിരുന്ന താമ്പാളം ചെറുതായി അനങ്ങിയത് എല്ലാവരും കണ്ടു. ആരതി കഴിഞ്ഞപ്പോൾ പൂജയ്ക്ക് കൊളുത്തിയിരുന്ന വിളക്ക് തനിയെ കിട്ടു. പൂജാദീപം താനെ അടയപ്പെടുന്നത് മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവിന് മുക്തി ലഭിച്ചു എന്നതിൻ്റെ അടയാളമാകുന്നു. ഇതെല്ലാം ബാബയെ സ്തബ്ധനാക്കി. അദ്ദേഹം അടിമുടി മാറിയ ഒരാളെപ്പോലെ എന്നെ നോക്കി. നമ്മുടെ ശാസ്ത്രങ്ങളുടെയും ഋഷിമാരുടെയും സത്യത്തിൽ ഉറപ്പും വിശ്വാസവും ജനിച്ച ഒരാളെപ്പോലെ. പരേതാത്മാക്കളുടെ നന്മയ്ക്ക് കേരളത്തിലെ നമ്പൂരിമാർ ചില ക്രിയകളും പൂജകളും നടത്താറുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ നാട്ടിലുള്ള ഒരു ബന്ധുവിൽ നിന്ന് ഇത്തരം ക്രിയകളും പൂജകളും അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൗതുകത്തിനു വേണ്ടി അന്ന് പഠിച്ചത് ഇപ്പോൾ എനിക്ക് പ്രയോജനപ്പെട്ടു. അവിടെ നടന്നത് വാർത്തയായി. ബാബമാർക്കിടയിൽ രാജാക്കന്മാരുള്ളതുപോലെ പേരുള്ളവരും എന്നാൽ മുഖമില്ലാത്തവരുമായ ചില ബുദ്ധിജീവികൾ ആശ്രമത്തിലെത്തി ബാബയെ ചോദ്യം ചെയ്യാനും ശകാരിക്കാനും തുടങ്ങി. തങ്ങളെപ്പോലുള്ളവർ സന്ദർശിക്കുന്ന ഒരാശ്രമത്തിൽ യുക്തിക്ക് നിരക്കാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു ചോദ്യം ചെയ്യലും ശകാരിക്കലും. ഞാൻ പറഞ്ഞു, ഇതിൽ കൺകെട്ടോ ചതിയോ ഇല്ല. മരിച്ചുപോയ പെൺകുട്ടിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും എൻ്റെ പക്കലുണ്ട്. ആർക്കു വേണമെങ്കിലും ഇതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാം. അതിനുശേഷം എന്നെ ചോദ്യം ചെയ്യുക. ആധുനിക ശാസ്ത്രലോകത്ത് അറിവിനെപ്പറ്റി ഒരു ധാരണയുണ്ട്. അത് ആർജിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും ഒരു രീതിയുണ്ട്. ഇവിടെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾക്ക് ആധുനിക ശാസ്ത്രം ഒരു മൂല്യവും കൽപ്പിക്കുന്നില്ല. അസ്തിത്വത്തിന് 4ാം തലം ഉണ്ട് എന്ന് അംഗീകരിക്കാൻ കഴിയാത്തത് അവരുടെ കഴിവില്ലായ്മയാകുന്നു. ശാസ്ത്രത്തിന് 3ാം തലം വരെ മാത്രമേ ദൃശ്യതയുള്ളൂ. 4ാം തലത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ശാസ്ത്രീയ മൂല്യനിർണയം എന്ന അഹങ്കാരത്തെ പൂർണ്ണമായി നിരാകരിക്കേണ്ടതുണ്ട്. ശാസ്ത്രത്തിന്റെ മാനദണ്ഡങ്ങളുമായി ആത്മീയത ഒരിക്കലും ഒത്തുപോകുന്നതല്ല. 4ാം തലത്തെ അറിയാൻ ശാസ്ത്രം ആത്മീയതയ്ക്ക് അടിയറവ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ മകനാണെന്ന് തെളിയിക്കുവാൻ DNA സർട്ടിഫിക്കറ്റ് നൽകണമെന്ന അപമാനകരമായ നിബന്ധന ശാസ്ത്രം ആവശ്യപ്പെടുന്നു. ഇത്തരം വട്ടന്മാരാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അതായത് ശാസ്ത്രം ഇത്തിക്കണ്ണിയെപ്പോലെ ജീവനെ അതിൻ്റെ ഉറവിടത്തിൽ തന്നെ ഹനിക്കുന്നു. ശാസ്ത്രം അത് ജനിച്ച മനസ്സിനെ തന്നെ നശിപ്പിക്കുന്നു. മനസ്സിൽ ആത്മാവില്ലെങ്കിൽ മനസ്സിന് ഒരിക്കലും ഹൃദയത്തിലെത്താൻ കഴിയുകയില്ല. ഹൃദയം എന്താണ് എന്ന് അറിയുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ജീവിതത്തിൻ്റെ സംഗീതം കേൾക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ശാസ്ത്രവും അതിൻ്റെ ഭൗതിക സുഖസൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ജീവിക്കുന്നതിൻ്റെ അർത്ഥം? ശാസ്ത്രജ്ഞൻ മനുഷ്യരെ കണ്ടുപിടുത്തങ്ങൾക്കുള്ള ഒരു പരീക്ഷണശാലയായിട്ടാണ് കണക്കാക്കുന്നത്. അത് ശാസ്ത്രജ്ഞരുടെ ആർത്തിയോടുള്ള അവരുടെ അടിമത്തമാണ്. അത് ശാസ്ത്രത്തോടുള്ള അടിമത്തമല്ല. സജ്ജനങ്ങളെ, ഇത്രയുമാണ് ഈ ഒരു അധ്യായത്തിൻ്റെ അവസാനം. നമ്മൾ ശാസ്ത്രത്തെ അന്ധമായി വിശ്വസിക്കുന്നതിൻ്റെയും നമുക്ക് കാണാൻ കഴിയാത്ത പലതും ഈ ഭൂമിയിലുണ്ട് എന്നുള്ളതിൻ്റെയും തെളിവാണ് നാഥാനന്ദജി ഒരു അധ്യായത്തിലൂടെ കാണിച്ചു തന്നത്. ഏവർക്കും നന്ദി, നമസ്കാരം.